ഇന്ന് മൂന്നാം ദിവസം നവരാത്രിയുടെ ബ്ലൂ ധരിക്കണമെന്ന് ആണ് പറയുന്നത്. എന്താ അതിൻ്റെ പിന്നിലൊന്നും ആരും പറയുന്നില്ല. ഇന്നത്തെ കളർ ബ്ലൂ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ബ്ലൂ ധരിച്ചതാണ്, റോയൽ ബ്ലൂ. എൻ്റെ കയ്യിലുള്ള സാരിയാണത് എടുത്ത് ധരിച്ചത്, റോയൽ ബ്ലൂ. ഒരു രസമാണല്ലേ ഓരോ ദിവസം ഓരോ കളർ പറയുന്നത്. അപ്പോൾ ജീവിതത്തിൻ്റെ ഒരു സ്ത്രീയുടെ ജീവിത വളർച്ചയുടെ ഓരോരോ ഘടകങ്ങളാണ് നവരാത്രിയിലെ വിവിധ മാതാക്കളുടെ രൂപത്തിലായിട്ട് നമ്മൾ പഠിച്ചു വരുന്നത് അല്ലേ. അപ്പോൾ ബാല്യം കടന്ന പാർവതി ദേവി ഇന്നലെ കൗമാര രൂപമെടുത്ത് കൗമാരിയായിട്ട് നല്ലപോലെ പഠനത്തിലൊക്കെ ശ്രദ്ധിച്ച് നാരദൻ പറഞ്ഞു കൊടുത്ത വിദ്യയിലൂടെ ഇന്നത്തെ ആ രൂപത്തിൽ വധുവായിട്ട് വരികയാണ്. ശിവഭഗവാനെ മഹാദേവനെ പരിണയിക്കുകയാണ് ഇന്ന്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലേക്ക് വന്നത് എന്താണെന്നറിയോ, എങ്ങനെയാണ് ദേവി വരുന്നതെന്നറിയോ? നല്ല ഭംഗിയായിട്ട് സിംഹത്തിൻ്റെ മുകളിൽ കയറി വാളും പരിചയം ഒക്കെ ആയിട്ടാണ് വരുന്നത്. 10 കൈകളിലും ഒരെണ്ണത്തിൽ ബുക്കുണ്ട്, ഒരെണ്ണത്തിൽ കമണ്ഡലുണ്ട്, ഒരെണ്ണത്തിൽ ഇരുമ്പൊലക്ക. എന്താണല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കി. ശരിയാണ്, വിവാഹിതയാകാൻ പോവുകയാണ്, വിവാഹിതയാണ്. ഇപ്പം സിന്ദൂരമൊക്കെ ഇട്ട് ചന്ദ്രമണി എന്ന് പറയുന്ന ഒരു ഇതാണ് താലിക്ക് പകരമായിട്ട് പണ്ട് ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് ചന്ദ്രഗന്ധ എന്ന് പറയുന്നതെന്ന് ഒരു ചാനലിൽ കണ്ടു. ഇനിയൊരു ഇതെന്താണെന്ന് വെച്ചാൽ ശിവൻ്റെ പാതിയാണല്ലോ, അതുകൊണ്ട് ചന്ദ്രക്കല, ശിവൻ്റെ പാതി ആയിട്ടുള്ള ചന്ദ്രക്കലയെ ദേവിക്ക് അണിയാൻ കൊടുത്തതാണെന്ന് കണ്ടു. പിന്നെ പറയുന്നു, ഈ ദേവിക്ക് ഭഗവാന്റെ ആ ശക്തി കൊടുക്കുകയാണ്. ഏതോ ഒരു അസുരൻ ഇവർക്ക് കുട്ടികളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, കാരണം ഇവർക്കുണ്ടാകുന്ന കുട്ടികൾ ആ അസുരനെ വധിക്കുമെന്ന് ആരോ പറഞ്ഞതുകൊണ്ട് ഈ ദേവിയെ വധിച്ചാൽ കുട്ടി ഉണ്ടാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ജാതകാസുരനോ അങ്ങനെ ഒരു അസുരൻ വന്ന് ദേവിയെ വധിക്കാൻ ശ്രമിക്കുമ്പോൾ ഈ ചന്ദ്രക്കലയുടെ പവറും എല്ലാം കൊടുക്കുകയാണ് ഭഗവാൻ മഹാദേവൻ എന്നും കണ്ടു. പല കഥകളാണ് കേട്ടോ. അപ്പം എന്തോ ആവട്ടെ, ചന്ദ്രഗന്ധ എന്ന് പറയുന്ന, ചന്ദ്രഗണ്ഠ എന്ന് പറയുന്നു ചിലയിടത്ത്, ചന്ദ്രഗുണ്ഠ എന്ന് പറയുന്നു. എന്തോ എനിക്ക് ചന്ദ്രഗണ്ഠ എന്ന് പറയാനാണ് ഇഷ്ടം. അപ്പോൾ ചന്ദ്രഗണ്ഠ ഇങ്ങനെ ഇവിടെ ഒരു ചന്ദ്രക്കലയും ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നമ്മൾ ആ പടങ്ങളൊക്കെ നോക്കിയാൽ ആ ദേവി സർവാഭരണ ഭൂഷിതയായിട്ട് മഹാദേവൻ്റെ പത്നിയായിട്ട് വരികയാണ്. അപ്പോൾ ശരിക്കും ആലോചിച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കറക്റ്റാണല്ലേ, സർവാഭരണ ഭൂഷിതയായിട്ട് ചെല്ലുകയാണ്. സകല വിധത്തിലുള്ള ആയുധങ്ങളും അവിടെ എടുത്ത് പ്രയോഗിക്കണം അല്ലേ. ആലോചിച്ച് നോക്കി, ഇരുമ്പിൻ്റെ ഒലക്കയെന്ന് പറഞ്ഞാൽ പണ്ടത്തെ കാലത്ത് ഇടിക്കുന്ന ഒലക്ക തന്നെ. വാള് പരിച എല്ലാം വേണമല്ലോ, നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. പരിച, നമുക്ക് ജ്ഞാനം വേണം, ബുക്ക് വേണം. കമണ്ഡലുവിൽ ചില സമയങ്ങളിൽ വെള്ളം എടുത്ത് നമ്മൾ എന്താ പറയുക, പൂജ ചെയ്യണം. ദീർഘമനോഭാവമായിരിക്കണം നമ്മൾക്ക്, അതായത് നമ്മൾ സാത്വികയായിരിക്കണം ചില സമയങ്ങളിൽ. പിന്നെ കോടാലി, ആക്സ് ഉണ്ട് അതിനകത്ത്, ശൂലം, എല്ലാം നോക്കുമ്പോൾ ഇതൊക്കെ ഒരു വിവാഹം കഴിച്ചു പോകുന്ന വിവാഹിതയായ യുവതിക്ക് കൊടുത്തയക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇന്നത്തെ കാലം വെച്ച് നോക്കിയാലും. അതിന് ഓരോന്നിൻ്റെ കർമ്മങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റാണെന്ന് എനിക്കും തോന്നുന്നു, ഭാര്യയായിട്ട് ചെല്ലുന്നവർ അല്ലേ. സോ ഞാൻ ഈ പൂവ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 2-3 ദിവസം കൊണ്ട്, ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ ഈ പൂവ് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് ഇവിടെ നമ്മൾ ടോപ്പിക്ക് പറയുമ്പോൾ ഇത് പറയണമെന്ന് പറഞ്ഞ് ഞാനിവിടെ വെക്കും. വെച്ച് കഴിയുമ്പോഴേക്കും അതിങ്ങനെ വെയിൽ കൊണ്ട് വാടി പോയിട്ടുണ്ടാവും. ഇന്ന് അത്ര വാടിയിട്ടില്ല, പക്ഷെ അതുകൊണ്ട് ഇന്ന് ഞാൻ പറയാമെന്ന് വിചാരിച്ച സ്റ്റോറി ഓൾറെഡി മോഹൻലാൽ പറഞ്ഞു. അതാണ് ഞാൻ പറയാൻ വരുന്നത്. ഞാനിത് 2-3 ദിവസം കൊണ്ട് വീണ പൂവേന്ന് പറഞ്ഞ് പാടിക്കൊണ്ട് നടക്കുകയാണ്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, വീണ പൂവേ കുമാരനാശാൻ്റെ വീണ പൂവേ ഇല്ലേ. ആ വീണ പൂവ് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു പ്രോപ്പർട്ടി ആയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. 2-3 ദിവസം കൊണ്ട് ഇതേ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറയാൻ പറ്റിയില്ല. അപ്പം മോഹൻലാൽ ഇന്നലെ ദ്രൗപദി മുർമുവിൻ്റെ അടുത്തുനിന്ന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടില്ലേ, എന്താല്ലേ നമ്മുടെ ജീവിതത്തിലെ ഒക്കെ ഓരോരുത്തരും ഓരോ നടനും ഒക്കെ കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു അവാർഡല്ലേ അത് അദ്ദേഹം വാങ്ങിയെടുത്തിരിക്കുന്നത് അല്ലേ. എന്തൊരു മഹാനടനാണല്ലേ മോഹൻലാൽ എന്ന് പറയുമ്പോൾ. എല്ലാവർക്കും ഒരു പെൺകുട്ടിക്ക് ഒരച്ഛൻ്റെ സ്നേഹം തോന്നും. ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ നമ്മൾ യുവതികൾക്ക്, യുവതി കൗമാരത്തിലൊക്കെ ഉള്ളവർക്ക് ഇപ്പോഴും അദ്ദേഹത്തെ ഒന്ന് ഹഗ് ചെയ്യണമെന്ന് തോന്നും. ഒരു തരം ഒരു കൃഷ്ണഭാവമാണ് മോഹൻലാലിന് എൻ്റെ മനസ്സിൽ കേട്ടോ. അപ്പോൾ ഞാനും മോഹൻലാലിനെ ഞാൻ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, പക്ഷേ ദൂരെ നിന്ന് കാണാനാണ് എനിക്ക്
എപ്പോഴും ഇഷ്ടം കേട്ടോ. ഞാൻ എപ്പോഴും ദൂരെ നിന്ന് ഇങ്ങനെ മാറി നിന്ന് കാണുകയാണ് ചെയ്യാറ്. പണ്ട് അരവിന്ദ് ഏതോ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിന് പോയപ്പോൾ അരവിന്ദിൻ്റെ ഒരു ഫ്രണ്ട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ മോഹൻലാൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഇതല്ലേ. അപ്പോൾ അരവിന്ദ് മദ്രാസിൽ ജോലി അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ഈ ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് ആ പയ്യൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള പയ്യൻ മാഫിയ ശശിയുടെ ഗ്രൂപ്പിലാണ് പുള്ളിക്കാരൻ. മാഫിയ ശശിയുടെ ജൂനിയർ ആ ഒരു അടി ഇടി ഇതിനകത്തുള്ള പ്രിൻസ് എന്ന് പറഞ്ഞ സിനിമയാണ് കേട്ടോ. നിങ്ങൾ എടുത്തു നോക്കിയാൽ കാണാൻ പറ്റും. അതിനകത്ത് ഒരു എന്തോ കുഞ്ഞു റോളൊക്കെ ഉണ്ട് ആ പയ്യന്. അപ്പോൾ ആ പുള്ളിക്കാരൻ അവിടെ ചെന്നിട്ട് ഇത് ചെയ്യുമ്പോൾ എൻ്റെ ഹസ്ബൻഡും കൂടെ പോവാണ്. അരവിന്ദ് അവിടെ പോയി നിൽക്കുകയാണ്. ഭഗവാനെ, ജോലി അന്വേഷിച്ച് പോയ ആൾ മോഹൻലാലിൻ്റെ ഷൂട്ടിങ് കാണാൻ പോയി നിന്നിരിക്കുന്നു. അപ്പോൾ മോഹൻലാലിനെ പരിചയപ്പെടുമല്ലോ ആൾക്കാരൊക്കെ ചെല്ലുന്നവരൊക്കെ. അപ്പോൾ ഈ പയ്യൻ പറഞ്ഞു മോഹൻലാലിൻ്റെ അടുത്ത് പോയി പരിചയപ്പെടാം. അതൊന്നും ക്യാമറ ഇതൊന്നും ഇല്ലല്ലോ. നമ്മൾ പറഞ്ഞാൽ ഏതെങ്കിലും ഫോട്ടോഗ്രാഫേഴ്സ് നമ്മുടെ ഫോട്ടോ കൊടുക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇത് 1000-1 അവിടെ ചെന്നിട്ട് മോഹൻലാലിന് ഷേക്ക് ഹാൻഡ് കൊടുത്തപ്പോൾ അരവിന്ദ് പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞു. ഓൾ ദ ബെസ്റ്റ് എന്നോ ബെസ്റ്റ് വിഷസ് എന്നോ എന്തോ പറഞ്ഞു. അരവിന്ദ് എന്ത് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ മോഹൻലാലിനെ കണ്ട കാര്യമൊക്കെ പറയും. അപ്പോൾ ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ഇതുപോലെ തന്നെയാണ് കേട്ടോ ഈ അരവിന്ദ് ഉണ്ടല്ലോ. നരേന്ദ്രമോദിനെ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇത് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ പറയട്ടെ. നരേന്ദ്രമോദി ഇവിടെ സായിബാബയുടെ ആശ്രമമുണ്ട്. പുട്ടപർത്തിയിൽ വെച്ചല്ല, ബാംഗ്ലൂരിലുള്ള ആശ്രമത്തിൽ തിരക്ക് കുറവാണ്. അവിടെ സ്വാമി വന്ന സമയത്ത് ഞങ്ങൾ അവിടെ പോയിരുന്നു കാണാനായിട്ട്. അപ്പോൾ സ്വാമിയെ കാണാനായിട്ട് ആണുങ്ങളും പെണ്ണുങ്ങളും സ്ത്രീകളും പുരുഷന്മാരും വേറെ വേറെയാണ് ഇരിക്കേണ്ടത്, ഇടകലർന്നിരുന്നുകൂടാ. അപ്പം ഞാനും മോളും ഉണ്ടായിരുന്നു അപ്പുറത്തെ സൈഡിലും അരവിന്ദ് ഇവിടെ. ഭജൻസ് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വാമി ആളുകളെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കും. അത് വലിയ വലിയ ആൾക്കാർക്ക് മാത്രമായിട്ട് കിട്ടാറുള്ളൂ. ചില ആളുകളെയൊക്കെ ഇങ്ങനെ റാൻഡംലി പിക്ക് ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു ദിവസം ഈ നരേന്ദ്രമോദി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് എന്തായിരുന്നു ഗുജറാത്തിലെ ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ അത്രയും സന്നാഹങ്ങളൊന്നും ഇല്ല. അപ്പോൾ 2-3 പേരുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അരവിന്ദ് അടുത്ത് നിന്ന് നിന്നിട്ട് ഇങ്ങനെ സ്മൈൽ ചെയ്യോ നമസ്തേ എന്തോ പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും പുള്ളി നമസ്തേ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു അതാരാ? അത് ഫ്യൂച്ചർ പ്രൈം മിനിസ്റ്ററാണ്. നമുക്കന്ന് വലിയ ബുദ്ധിബോധമൊന്നുമുള്ള സമയമൊന്നുമില്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒന്നും അറിയില്ല. നരേന്ദ്രമോദി എന്ന് പറഞ്ഞ പേര് പോലും ഞാൻ അന്ന് കേട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കറിയില്ല, ഉള്ള കാര്യം കേട്ടോ പറയണേ. ഇപ്പോൾ BJP വർക്കേഴ്സോ ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ എന്നെ ചീത്ത പറയില്ലേ. എൻ്റെ അജ്ഞതയാണ് ഞാൻ പറയുന്നത്. അന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ആകും എന്നറിയില്ലായിരുന്നു. നരേന്ദ്രമോദി എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ ചീഫ് മിനിസ്റ്ററിന് എഴുതിയിട്ടുണ്ടായിരുന്നിരിക്കാം ഗുജറാത്തിൻ്റെ. പക്ഷെ അതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് എൻ്റെ തമിഴ്നാട്, എൻ്റെ വീട്, എൻ്റെ ഹൈക്കോർട്ട് ഇത്രയേ ഉള്ളൂ. മിനിസ്റ്റേഴ്സിൻ്റെ പേരൊന്നും പണ്ടും ഞാൻ കാണാതെ പഠിക്കില്ല. ചിലപ്പോൾ പേപ്പറിൽ വായിക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് പോകുന്നു മാത്രം. ഐ ഹാവ് എ ബാഡ് ഹാബിറ്റ് ഓഫ് റിമെമ്പറിങ് ദീസ് മിനിസ്റ്റേഴ്സിൻ്റെ പേരൊക്കെ കേട്ടോ. ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് ചിലപ്പോൾ ഇപ്പോൾ ഛത്തീസ്ഗഡിലെ ചീഫ് മിനിസ്റ്റർ ആരെന്നൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. അങ്ങനെ തന്നെ ഞാൻ പറയുള്ളൂ. അതിൽ ഞാനത് കുറവായിട്ടൊന്നും കാണുന്നില്ല. ചില കാര്യങ്ങളെല്ലാം നമുക്കറിയില്ല എന്ന് പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. എല്ലാ അറിവിൻ്റെ നിറകുടമൊന്നുമല്ല ഞാൻ കേട്ടോ. അതേപോലെ തന്നെ ക്രിക്കറ്റിൻ്റെ ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ തെറ്റിയൊക്കെ പോകാറുണ്ട്. അതിനൊക്കെ അറിവിന്ന് ഞാൻ ഭയങ്കര ഷണ്ട് കൂടുമായിരുന്നു കേട്ടോ. കാരണം എന്താണെന്നറിയോ, ക്രിക്കറ്റിൻ്റെ എല്ലാ ബാലപാഠങ്ങളും എല്ലാവരും അറിയണമെന്ന്. ക്രിക്കറ്റ് കണ്ടാൽ എനിക്ക് മനസ്സിലാകും അത് എങ്ങനെയാണ്, എത്ര ബോൾസ് വേണം, എന്താണ് 6, എന്താണ് 4, എന്താണ് ബൗണ്ടറി ആൻഡ് 4, അതൊക്കെ എനിക്കറിയാം. വൈഡ് പോകുന്നത് അറിയാം, ഇതൊക്കെ അറിയാം. ചിലപ്പോൾ എന്തോ ഒരു കാര്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു, ഈ ലാസ്റ്റ് ഇറങ്ങുന്ന ആൾക്കാർ ബൗളർമാരായിരിക്കില്ല, ബാറ്റ്സ്മാൻ ആണെന്നാണ് എൻ്റെ വിചാരം. അപ്പം ഞാൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ ലാസ്റ്റ് അല്ലേ ധോണി ധോണി വന്നിട്ട് ഒരു എയ്സ് ബൗളർ അല്ലെന്നോ എന്തോ ഞാൻ പറഞ്ഞു. അങ്ങനെ പറയാം. പിന്നെ അങ്ങനെ എന്തിനാ പറഞ്ഞത്, ഓൾറൗണ്ടറാണ് അവരൊക്കെ എന്നൊക്കെ പറഞ്ഞു. എന്തോ അങ്ങനെ ഞാനൊരു പൊട്ടത്തരം പറഞ്ഞു. ഭയങ്കര അടിയായി ക്രിക്കറ്റിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു എല്ലാവർക്കും എല്ലാം അറിയണമെന്നൊന്നുമില്ല. അതേപോലെ എനിക്ക് ടെന്നീസിൻ്റെ എല്ലാ റൂൾസൊന്നും അറിയില്ല. ഇതാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞത്. കമ്പാറ്റിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഈ തരത്തിലുള്ള ഓപ്പോസിറ്റ് ആയിട്ടുള്ളവർ തമ്മിലും ജീവിച്ചു പോകും. എനിക്ക് ക്രിക്കറ്റ് അറിയില്ല, അല്ലെങ്കിൽ ടെന്നീസ് അറിയില്ലെങ്കിലും നല്ലപോലെ ടെന്നീസ് കളിക്കുന്ന ഭർത്താവാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ടെന്നീസ് അറിഞ്ഞിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഉണ്ടോ?
അങ്ങനെയൊന്നുമില്ല. എനിക്ക് അപ്പോൾ ഭരതനാട്യം അറിയാലോ, നല്ല പോലെ എനിക്ക് ഭരതനാട്യം മനസ്സിലാവും. എനിക്ക് ക്ലാസിക്കൽ ഡാൻസസ് ഫോംസ് എല്ലാം കണ്ടാൽ എനിക്ക് അതിൻ്റെ കഥ മനസ്സിലാവും. അരവിന്ദ് അടുത്തിരുന്ന് കാണുമ്പോൾ ഞാനാണ് കഥ പറഞ്ഞു കൊടുക്കണം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ കമ്പാറ്റബിലിറ്റി ഇതാണ്. അയ്യോ, ഞാൻ പറയാൻ വന്നത് വീണപൂവിൻ്റെ കാര്യമാണ്. അപ്പം വീണപൂവിൻ്റെ ഒരു വരി മോഹൻലാൽ അവിടെ പാടുന്നുണ്ടായിരുന്നു. ഈ പൂവ് കുമാരനാശാൻ എഴുതിയ വീണപൂവ് എന്ന് പറഞ്ഞ ആ കവിതയിൽ നിന്നും ആ ഖണ്ഡകാവ്യത്തിൽ നിന്നും എടുത്ത 2-3 വരികൾ ഇംഗ്ലീഷിലാക്കിയിട്ട് അവിടെ ആ സദസ്സിൽ പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അത് കേട്ടപ്പോൾ. അത് ഇതായിരുന്നു ആ വരികൾ. ദിസ് ഫ്ലവർ വുഡ് ഹവ് ഫാളൻ ടു ദ ഡസ്റ്റ് ആഫ്റ്റർ ഗീവിങ് ദ മാക്സിമം ഓഫ് ഇറ്റ്സ് ബ്യൂട്ടി ആൻഡ് സെൻറ്റ് എന്ന്. അതാണ് അതിൻ്റെ ആ ഒരു അർത്ഥം. അതായത് ഈ പൂവ് മണ്ണിലേക്ക് വീഴുന്നതിന് മുമ്പ് ഇതിന് കൊടുക്കാൻ പറ്റുന്നത്ര ഹാപ്പിനെസ്സും മണവും സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടാണ് വീണിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിതകാലത്ത് കൊടുക്കാൻ പറ്റുന്നത്രയും മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചെറിയ ചെറിയ ടോക്സിലൂടെയോ ഒക്കെ കൊടുക്കാമല്ലോ, അതാ പറഞ്ഞത്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പോൾ അദ്ദേഹം നമുക്ക് തന്നിരിക്കുന്നത് എന്തുമാത്രമാണല്ലേ, അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നതെല്ലാം തന്നില്ലേ. കഥകളി അറിയാൻ വയ്യാത്ത മോഹൻലാൽ കഥകളി പഠിച്ചിട്ട് നമ്മളെ വിസ്മയിപ്പിച്ചു അല്ലേ, വാനപ്രസ്ഥത്തിൽ. എന്ത് രസമാണല്ലേ അതിനകത്ത്. ഇവരല്ലേ നമ്മുടെ സുഹാസിനി, അയ്യോ ഭയങ്കര ഒരു പ്രത്യേക ടൈപ്പ് സിനിമയാണത്. പിന്നെ കമലദളത്തിൽ ഭരതനാട്യം അറിയാൻ വയ്യാത്ത മോഹൻലാൽ കളിച്ച കളി കണ്ടില്ലേ, ഡാൻസ് അല്ലേ. ഇതൊക്കെ ഭരതനാട്യമൊക്കെ വർഷങ്ങളോളം, ഇപ്പോൾ ശോഭനയൊക്കെ കണ്ടില്ലേ, എത്ര വർഷം എത്ര സബരിയാണത് അല്ലേ, എന്തുമാത്രം എന്താ പ്രാക്ടീസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു ഇത് കയ്യിൽ വന്നിട്ടുണ്ടാവുക. മോഹൻലാൽ അപ്പോൾ ഒരു 10-20 ദിവസം കൊണ്ട് അതെല്ലാം അത്രയും സ്റ്റെപ്സ് എല്ലാം പഠിച്ചെടുക്കണമെങ്കിൽ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടാവും അല്ലേ, രാപകലില്ലാതെ. അതേപോലെ പുലിമുരുകനിലുള്ള ഫൈറ്റ് സീൻസും പലതും അദ്ദേഹം തന്നെ ചെയ്യുകയാണ്. എല്ലാം പറ്റില്ലെങ്കിലും എത്ര റോൾസാണല്ലേ മോഹൻലാലിൻ്റെ. സതയം എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമുക്ക് ഓർക്കുമ്പോൾ നമ്മൾ തന്നെ കണ്ണിൽ നിന്ന് കണ്ണീര് പൊടിയുന്ന തരത്തിലുള്ള എന്തുമാത്രം റോളുകൾ മോഹൻലാൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാലിന് മാത്രമേ അത് പറ്റുള്ളൂ. മമ്മൂട്ടി അത് വേറെ ടൈപ്പ്, മമ്മൂക്കായും മോഹൻലാലും എന്നാണ് എല്ലാവരും പറയുക. എങ്കിലും ഒരു പടി മുകളിൽ മോഹൻലാൽ ഉണ്ട് കേട്ടോ, അത് നമ്മൾ സമ്മതിച്ചേ ഒക്കുള്ളൂ. മമ്മൂട്ടിയുടെ സൗന്ദര്യം അത് വേറെ, അത് സൗന്ദര്യമല്ലല്ലോ. ഈ ആക്ടിങ് പ്രോവസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചില റോൾസൊക്കെ മോഹൻലാൽ ചെയ്താലല്ലേ രസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ തേന്മാവിൻ കൊമ്പത്തെ കാളക്കാരനായിട്ട് പോകുന്നില്ലേ, കാളകളെ ഓടിച്ചുകൊണ്ട്, അതിൽ മമ്മൂട്ടിനേക്കാളും രസം മോഹൻലാൽ തന്നെയായിരിക്കില്ലേ. നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. അതേസമയം CBI ഡയറി കുറിപ്പിലും മോഹൻലാൽ എനിക്ക് വിചാരിക്കാൻ പറ്റില്ല, മമ്മൂട്ടിനെ ആലോചിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഹൻലാലിന് അത് കിട്ടിയപ്പോഴേക്കും ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് ആദ്യം കിട്ടിയത് ദേവിക റാണിക്ക്. നമ്മുടെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിന് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയത് മലയാളി അദ്ദേഹത്തിനായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ രണ്ടാമനായിട്ട് നമ്മുടെ ലാലേട്ടൻ അല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടപ്പോൾ. എല്ലാവർക്കും ഓഫ് കോഴ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി ഉണ്ടാവും. ഇപ്പം പക്ഷേ നമ്മൾ ഈ വീഡിയോയിൽ പറയുമ്പം ഐ ഹാവ് ടു സേ എക്സ്പ്രസ് മൈ കൺഗ്രാറ്റുലേഷൻസ് അല്ലേ. നമ്മളെല്ലാവരും എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു ആക്ടറാണ് അല്ലേ. നമുക്ക് ഇങ്ങനെ മാറി നിന്ന് നോക്കാനല്ലേ പറ്റുള്ളൂ എപ്പോഴും അല്ലേ. അപ്പോൾ വീണപൂവ്, ഈ പൂവ് കണ്ട് എത്ര നേരമായി ഞാൻ വെച്ചോണ്ടിരിക്കും. ഇത് മണമെന്നറിയോ, ഇതിൻ്റെ പേരറിയാലോ അല്ലേ. നിങ്ങൾ എന്താ ഇതിന് പറയുക? ഞാൻ പറയുന്നത് പാലപ്പൂവ് എന്നായിരുന്നേ പറയണേ. മഹാരാജാസിൻ്റെ കോമ്പൗണ്ടിൽ മുഴുവനും ഇതുണ്ട് പാലപ്പൂവിൻ്റെ. അതിൻ്റെ അടിയിലൊക്കെ പ്രേമമുള്ളവരൊക്കെ പോയി അതിൻ്റെ അടിയിൽ പോയി ഇരുന്നിട്ടാണ് സംസാരിക്കുക. പാലപ്പൂവിൻ്റെ അടിയിൽ ഇങ്ങനെ ഒരു തറ കെട്ടിയിട്ടുണ്ട്, പാലമരത്തിൻ്റെ അടിയിൽ. ഇതിനെ അരളിയെന്നും പറയും ചില സ്ഥലങ്ങളിൽ അല്ലേ. പിന്നെ ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലുമേറിയ എന്നാണ് പറയണത്. പ്ലുമേറിയയുടെ പല അവസ്ഥാന്തരങ്ങളുണ്ടല്ലോ അല്ലേ. പിന്നെ ഫ്രാങ്കിപാണി എന്ന് പറയും, പ്ലുമേറിയ എന്ന് പറയും. ചെറിയ ചെറിയ വ്യത്യാസങ്ങളായിരിക്കും. ഈ മഞ്ഞ കണ്ടോ അല്ലേ. എനിക്ക് ഇതിൻ്റെ ഞാനിത് ഈ ഒരു സാരിയില്ലേ, ഇങ്ങനത്തെ ഒരു സാരി പെയിൻറ്റ് ചെയ്യാനായിട്ട് കൊടുക്കണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നേ. അപ്പോഴാണ് അത് റെഡി ആയിട്ടുള്ള സാരി പിന്നെ ഞാൻ വാങ്ങിച്ചു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു റോസ് കളറിൽ റോസപ്പൂക്കളായിട്ടുള്ള ഒരു സാരി ഉണ്ട് എൻ്റെ കയ്യിൽ. അതിൽ അവർ ഈ പ്ലുമേറിയ വരയ്ക്കുന്നുണ്ട്. ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഇത് കുറേ ദിവസം എടുക്കുമെന്ന് പറഞ്ഞാൽ ഞാൻ മറ്റേത് വാങ്ങിച്ചതാണ്. ഒരു പ്രാവശ്യം എനിക്കിത് ചെയ്യണം. നല്ല ഭംഗിയില്ലേ. ഇപ്പോഴും ഉണ്ട് ഇതിൻ്റെ മണം. ഇത് അവിടെ അവർ പറയും മോളിൽ നിന്ന് വീഴുന്നതിനാണെങ്കിൽ അത്രയും കുഴപ്പമുണ്ടാവില്ല, താഴത്തെ ഉള്ളതൊക്കെ മരുന്നൊക്കെ അടിക്കുന്നുണ്ടാവും. അപ്പോൾ സൂക്ഷിച്ച് വേണം മണക്കാൻ എന്ന് പറയും. ഞാനവിടെ നിൽക്കുമ്പോൾ വീണതായത്. അപ്പം ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങളുടെ അടുത്ത് ഇതിന്ന് പറയണം. ലാലേട്ടൻ പറഞ്ഞു പോയി ഓൾറെഡി ഞാൻ പറയാൻ പോയ കാര്യം. പക്ഷെ എങ്ങനെ മനസ്സിലായി? എൻ്റെ മനസ്സ് എങ്ങനെ ലാലേട്ടൻ മനസ്സിലാക്കി?
ഭയങ്കര ഇൻറ്റ്യൂഷൻസ് ആണല്ലേ. അതല്ലേ വേറൊരു കാര്യം പറയട്ടെ, എനിക്കിങ്ങനെ ചില ഇൻറ്റ്യൂഷൻസ് വരുന്നുണ്ട്. അന്ന് ഞാനൊരു സ്കൂബ ഡൈവിങ്ങിനെ പറ്റിയിട്ടില്ലേ, സ്കൂബ ഡൈവിങ്ങിന് പോകരുത്, നിങ്ങൾക്ക് പറ്റാത്ത ടെറൈനിൽ പോയി ഇങ്ങനെ ഭയങ്കര ഇത് കാണിക്കരുതെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് അതിൻ്റെ അടുത്ത ദിവസം ഒരു ആസാമീസ് സിംഗർ സ്കൂബ ഡൈവിങ്ങിൽ പോയി മരിച്ചുപോയി. നിങ്ങൾ കണ്ടിരുന്നോ അത്? എനിക്ക് കുറേ പേര് DM വന്ന് ചോദിച്ചു ഇൻസ്റ്റഗ്രാമിൽ, ചേച്ചി അത് അറിഞ്ഞിട്ടാണോ ആ വീഡിയോ ഇട്ടതെന്ന്. സത്യമായിട്ട് ഞാൻ അത് അറിഞ്ഞിട്ടല്ല. അതിൻ്റെ 2 ദിവസം മുമ്പാണ് ഞാൻ ആ വീഡിയോ പിടിക്കുന്നത്. ആലോചിച്ച് നോക്കി, എന്തൊരു ഇൻറ്റ്യൂഷൻ, എവിടെ നിന്നൊക്കെയാണ് വരണല്ലേ ദൈവമേ. നല്ല കാര്യങ്ങൾക്കുള്ള ഇൻറ്റ്യൂഷൻസ് ആയിരിക്കണം എന്നിലേക്ക് വരേണ്ടതെന്ന് ആലോചിക്കണം. അപ്പോൾ ഇത് ഞാൻ ആലോചിച്ചു, അപ്പോൾ ഇതൊരു നല്ല കാര്യത്തിൻ്റെ ഇൻറ്റ്യൂഷനാണ് എന്നിലേക്ക് വന്നത്. ഞാൻ ഈ വീണപൂ പാട്ട് പാടിക്കൊണ്ട് നടക്കുകയാണ്, ലാലേട്ടൻ അത് പറയുമെന്ന് ഞാൻ വിചാരിച്ചോ? എൻ്റെ കണ്ടൻറ്റ് എങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് അവിടെ പോയി? സോ നമ്മൾ ടെലിപ്പതിക് വേവ്സ് വിടുന്നുണ്ട്, നമ്മൾ യൂണിവേഴ്സിലേക്ക് ടെലിപ്പതിക് വേവ്സ് വിടുന്നുണ്ട്. നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെ? കാരണം എന്താണെന്നറിയോ, ഇപ്പം ഈ ഐഫോണിൻ്റെ ഒക്കെ പറയുന്നില്ലേ, നമ്മൾ ഈ ഫോൺ എടുത്ത് വെച്ചിട്ട് ഇപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് പോവുകയാണെങ്കിൽ ഇതിനകത്തുള്ള AI എനിക്കിതൊന്ന് മേടിക്കണം, എനിക്ക് ഒരു എന്തെങ്കിലും ഒരു സാധനം വാങ്ങിക്കണം, ഒരു സാരി വാങ്ങിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഫ്രാങ്കി ബണ്ണി ഡിസൈൻസ് ഉള്ള സാരീസ് വരും. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കോ, നിങ്ങൾ പറയുന്ന എന്തെങ്കിലും നോക്കിക്കോ. നമ്മളിപ്പോൾ ഒരു ഡോക്ടറിനെ കാണണം, അയ്യോ എനിക്കൊരു ഗൈനക്കോളജിസ്റ്റ് വേണം, പോണ്ടി വരുമല്ലോ എന്നങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പോഴേക്കും കുറേ ഗൈനക്കോളജിസ്റ്റുകളുടെ റെഫറൻസ് വരും. ഇമെയിലൊക്കെ വന്നിട്ടുണ്ട് എനിക്ക്, പല ഹോസ്പിറ്റൽസിൻ്റെ പരസ്യം വരും. ഇതെങ്ങനെയാണ് അത് സംഭവിക്കണത്? AI. ഇതിനകത്ത് നമുക്കറിയണമല്ലോ, സയൻസാണ്, AI ആണ്. അന്ന് പറഞ്ഞ പോലെ നമ്മൾ അങ്ങോട്ട് വിടുന്നത് അപ്പോൾ ഏതോ ഒരു റേസിൽ ഈ AI സാധിച്ചെടുത്തത് എവിടെന്നോ വന്നൊരു ഐഡിയ ഒന്നും ആയിരിക്കില്ല. സയൻറ്റിസ്റ്റുകൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇൻ്റലിജൻസ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. സോ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ഓരോ പ്രവൃത്തികളും ഓരോ ചിന്തകളും നമ്മൾ സൂക്ഷിച്ച് വേണം ചിന്തിക്കാൻ. അതാണ്. യെസ്, ഐ മീൻ ഇറ്റ്. നിങ്ങൾ ഈ ടേക്ക് അവേ എടുത്തുള്ളൂ കേട്ടോ. നമ്മളുടെ തോട്ട്സും നമ്മൾ പറയുന്നതും എല്ലാം ഉണ്ടല്ലോ, ഒരു വേർഡ് പോലും മാറിപ്പോകാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. കാരണം നമ്മൾ ചന്ദ്രഗന്ധയാണ്, നമ്മൾ 10 കൈകളോട് കൂടിയിട്ട് നമ്മൾ കുടുംബം നടത്താനായിട്ട് ഇറങ്ങിയവരാണ്. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഉള്ള ടാലൻസ് എല്ലാം നമ്മൾ യൂസ് ചെയ്യണം. ഒരു കുടുംബം നന്നായിട്ട് കൊണ്ടുപോകാൻ, നല്ല കുടുംബിനിയാകാൻ പാർവതി ദേവിയും കാണിച്ചു തരുന്നത് അതൊക്കെ തന്നെയാണ്. അത് നല്ല കുടുംബിനി ആവണ്ട എനിക്കെന്ന് പറയുന്നവർ ആരും ഉണ്ടാവില്ല. നമ്മൾ ഇതിനകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, ഈ സംസാര ലോകത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, വി നീഡ് ടു ത്രൈവ് ഇൻ ദിസ് വേൾഡ്. സോ വി ഹാവ് ടു എക്സിബിറ്റ് ഓൾ അവർ ടാലൻറ്റ്സ്, ഫിനാൻഷ്യൽ ടാലൻറ്റ്, പിന്നെ മോറൽ ഡിസിപ്ലിൻ, ഇതെല്ലാം നമ്മൾ, ഫിനാൻഷ്യൽ ടാലൻറ്റ് എന്തായാലും വേണം, അതിനകത്ത് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഉൾപ്പെടും. പിന്നെ ഫിനാൻഷ്യലി നമ്മൾ, അല്ലെങ്കിൽ ഇക്കണോമിക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉൾപ്പെടും. ഹൗ യു ഹാവ് ടു ത്രൈവ് ഇൻ ദിസ് വേൾഡ് എന്നുള്ളതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ഉദാഹരണം ഇത്തരത്തിലുള്ള സ്റ്റോറീസിൽ വരുന്നുണ്ട്. ശരിയല്ലേ ഞാൻ പറയുന്നത്? നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ നമ്മളുടെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും, ഇപ്പം 9 ദിവസം ഞാൻ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നിങ്ങൾ കേട്ട് നോക്കൂ ആ കഥകളൊക്കെ. 9 തരത്തിലുള്ള നമ്മുടെ അവസ്ഥകൾ, സ്ത്രീകളുടെ അവസ്ഥകളാണ് അതിൽ വരുന്നത്. റിയലി അമേസിങ് അല്ലേ? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആരെങ്കിലും എഴുതിയതായിരിക്കുമല്ലോ, ഇതൊക്കെ മുനിമാർ എഴുതിയതായിരിക്കുമല്ലോ, പണ്ട് ജീവിച്ചിരുന്ന ആളുകൾ എഴുതിയതായിരിക്കുമല്ലോ അല്ലേ? സോ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും പറഞ്ഞു തന്നെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇൻറ്റ്യൂഷൻ, സ്ത്രീകളുടെ ഇൻറ്റ്യൂഷൻ നല്ല കറക്റ്റായിട്ട് വന്ന് കിട്ടും. നമ്മൾ കറക്റ്റായിട്ടുള്ള ചിന്തകൾ നമ്മൾ യൂണിവേഴ്സിലേക്ക് വിടുക. ഒരെണ്ണം പോലും തെറ്റായി പോകാതെ ഇരിക്കാൻ ശ്രമിക്കുക. മനുഷ്യരാണ്, ചിലതൊക്കെ വന്നു പോകും, അത് കറക്റ്റ് ചെയ്യുക. ഒരു ഇറേസർ വെച്ച് അത് മായ്ച്ച് കളയുക കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. ഇപ്പോൾ എനിക്ക് ചില ബാഡ് എക്സ്പീരിയൻസസ് ഒക്കെ വരുമ്പോൾ ഞാനത് ആദ്യം ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയത് മറക്കുക, പിന്നെ ഞാൻ വിചാരിക്കും മറക്കുകയല്ല വേണ്ടത്, നമ്മൾ അതിൽ നിന്നും പഠിക്കുകയാണ് വേണ്ടത്. നമ്മൾ മറന്നു കളഞ്ഞിട്ടൊരു കാര്യമില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും, നമ്മുടെ ബ്രെയിനിൽ എവിടെയോ കിടക്കുന്നുണ്ടാകും. പക്ഷേ അത് റിപ്പീറ്റ് ചെയ്യാതെ നമ്മൾ അതിൽ നിന്നും പഠിച്ച് മുമ്പോട്ട് പോവുക. ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി എനിക്ക് ഭയങ്കര ഈ നെഗറ്റീവ് ഫീലിങ്സ് വരുന്നു, അപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ ബുക്കിൽ എഴുതിയിട്ട് കീറിക്കളയുമെന്ന് പറഞ്ഞെന്ന്.
എനിക്കെന്തോ അതെന്താണ് അങ്ങനെ ആ സൈക്കോളജിസ്റ്റുകൾ പറയണേ, ഞാൻ സൈക്കോളജി പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറയട്ടെ, അങ്ങനെ എഴുതി കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മുടെ മനസ്സിലേക്ക് വരില്ലേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ പണ്ട് ഇത് ഇമ്പോസിഷൻ എഴുതിക്കില്ലേ സ്കൂളിൽ പഠിക്കാതെ ചെന്ന് കഴിഞ്ഞാൽ, അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ പിന്നെയും പിന്നെയും പെട്ടെന്ന് പെട്ടെന്ന് മനനം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടല്ലേ, പഠിക്കാൻ വേണ്ടിയിട്ടല്ലേ എഴുതിക്കുന്നത്. അപ്പോൾ എഴുതി കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കയറുകയല്ലേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കെന്തോ തോന്നുന്നു, ഈ എഴുതി കീറിക്കളയുക ആ പരിപാടിയൊന്നും വേണ്ട അല്ലേ. നമ്മുടെ മനസ്സിനെ സ്ട്രോങ് ആക്കിയാൽ മതി. എന്ത് വന്നാലും നമ്മളത് നേരിടാനുള്ള ഒരു സ്ട്രെങ്ത്താണ് നമ്മൾ നവരാത്രി കാലത്ത് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. 3-ാം ദിവസത്തെ നവരാത്രിയിൽ ബ്ലൂ ഒക്കെ ഇട്ട് സർവാഭരണ വിഭൂഷിതയായിട്ട് പാർവതി ദേവി മഹേശ്വരനെ നേടിയ സന്തോഷത്തിലിരിക്കുന്ന ദിവസത്തിൽ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ വീണപൂവ് എടുത്തൊന്ന് വായിക്കും മുഴുവനും. എൻ്റെ കയ്യിൽ വീട്ടിലായിരിക്കുന്നത്, അല്ലെങ്കിൽ എനിക്ക് വായിക്കണം എന്ന് തോന്നിയായിരുന്നു. പക്ഷേ ഇതിലുണ്ടെന്ന് തോന്നുന്നു, ആരൊക്കെയോ പാടിയതൊക്കെ ഉണ്ടാവും യൂട്യൂബിൽ, നിങ്ങൾ കേട്ട് നോക്കൂ കേട്ടോ. മോഹൻലാൽ കാരണം എൻ്റെ വീണപൂവ് എന്ന് പറഞ്ഞ ആ കണ്ടൻറ്റ് എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റി. റിലേറ്റ് ഇൻ ദ സെൻസ് ഐ കുഡ് ബന്ധിപ്പിച്ച് പറയാൻ പറ്റി അല്ലേ. എനിക്ക് എൻ്റെ തോട്ട്സും എന്താ പറയുക, ഈ പൂവിൻ്റെ തോട്ട്സും ലാലേട്ടൻ്റെ തോട്ട്സും ഒരു അച്ചീവ്മെൻറ്റും എല്ലാം കൂടെ ബന്ധിപ്പിക്കാൻ ഒരു കണ്ടൻറ്റ് കിട്ടി വീണപൂവ് കാരണം. ഓക്കെ, സോ ലെറ്റ് മീ ജസ്റ്റ് വൈൻഡ് ഇറ്റ് അപ്പ് ഓവർ ഹിയർ. ആൻഡ് എന്നെ കേൾക്കുന്നവർ, എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് എല്ലാവർക്കും നന്ദി. ഞാൻ കണ്ടു കുറേ പേര് ചേച്ചി എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ എല്ലാവരും എനിക്ക് എഴുതിയിട്ടുണ്ട്. എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയോ. തീർച്ചയായിട്ടും മറ്റുള്ളവരുടെ ഇഷ്ടം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്നേഹം അത് തീർച്ചയായിട്ടും വാല്യുബിളാണ്. മറ്റുള്ളവർ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും ഇപ്പം എൻ്റെ സുഹൃത്തുക്കളാണ്. എൻ്റെ സുഹൃത്തുക്കളുടെ സ്നേഹം എനിക്ക് വാല്യുബിളാണ് കേട്ടോ. അതൊന്നും എനിക്ക് കാര്യമില്ല എന്നൊന്നും ഞാൻ പറയില്ല, എനിക്കത് കാര്യം തന്നെയാണ്. എൻ്റെ വലിയൊരു അച്ചീവ്മെൻറ്റാണ് ഈ 1000 പേരാണെങ്കിലും 2000 പേരാണെങ്കിലും കേൾക്കുന്നത്. ചാനലൊക്കെ വലുതായിക്കോളും, അതിൻ്റേതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്ന പോലെ. ടൈം ലൈൻ ഉണ്ട് എല്ലാവർക്കും അല്ലേ. ഇറ്റ് വിൽ ഹാപ്പൻ, ഇവൻച്വലി ഇറ്റ് വിൽ ഹാപ്പൻ. ഓക്കെ, സീ യു ദെൻ ടുമോറോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നവരാത്രി കാലത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കെ, ചിയേഴ്സ്, ബൈ.